Hi everyone, welcome back. Today we are going to discuss all formulas related to inverse trigonometric functions. Are you ready? Okay, let us start. Y is equal to sin inverse x. അതിൻ്റെ ഡൊമൈനും റേഞ്ചും തന്നിട്ടുണ്ട്. റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. Y is equal to cos inverse x. ഡൊമൈൻ ഉണ്ട്. റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π. Y is equal to cosec inverse x. റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. അതിനകത്ത് 0 ഇൻക്ലൂഡഡ് അല്ല, 0 വരില്ല. ഓക്കെ. Y is equal to sec inverse x എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π ആണ്, പക്ഷേ π/2 അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. Y is equal to tan inverse x. റേഞ്ച് -π/2 to π/2 ഓപ്പൺ ഇൻ്റർവലാണ്. Y is equal to cot inverse x. റേഞ്ച് 0 to π ഓപ്പൺ ഇൻ്റർവലാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് y is equal to sin inverse x, y is equal to cosec inverse x, y is equal to tan inverse x. ഇനി ട്രിക്ക് പറഞ്ഞുതരാം ഇതെങ്ങനെ ഓർത്തിരിക്കണേ എന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സിൻ്റെ സൈൻ്റെ റെസിപ്രോക്കലാ കൊസീക്ക് അല്ലേ, സൈൻ്റെ റെസിപ്രോക്കലാണല്ലോ കൊസീക്ക്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും നോക്കിക്കേ -π/2 to π/2 ക്ലോസ്ഡ് ഇൻ്റർവലാണ്. അതുപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും -π/2 to π/2 ആണ്, പക്ഷേ 0 അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതെങ്ങനെ വന്നേന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇത് 0 π/2 π 3π/2 അല്ലെങ്കിൽ -π/2. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടുന്ന് -π/2 to π/2 വരെയാണ് വരുന്നത്. അതല്ലേ ഇതിൻ്റെ -π/2 to π/2. അതുപോലെ തന്നെ ഇവിടെ -π/2 to π/2 ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും -π/2 to π/2. ഇതിനുള്ളിൽ ഇവിടുന്ന് ഇവിടം വരെയാണ്. പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും കേസിൽ നോട്ട് ഡിഫൈൻഡ് വന്നിട്ടുണ്ടെങ്കിൽ, നോട്ട് ഡിഫൈൻഡ് മീൻസ് ഡിനോമിനേറ്റർ 0 വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. സൈൻ്റെ കേസിൽ ആ പ്രോബ്ലം ഇല്ല. അതേസമയം കൊസീക്കിൻ്റെ കേസിൽ നിങ്ങൾ നോക്കിക്കേ, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin x അല്ലേ, 1/sin x. അപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 0 ഈസ് ഈക്വൽ ടു 0 അല്ലേ, 1/0 എന്ന് നോട്ട് ഡിഫൈൻഡ് വന്നില്ലേ. അതുകൊണ്ടാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ 0 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നത്. ആം ഐ കറക്റ്റ്? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ 0 കളയുന്നത്. അക്കാര്യം ഓർത്തോ, നോട്ട് ഡിഫൈൻഡ് എന്ത് വരുന്നു അത് നമ്മൾ അങ്ങോട്ട് കളഞ്ഞേക്കുക. ഓക്കെ. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കേസിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവൽ വന്നത്? ഓപ്പൺ ഇൻ്റർവൽ മീൻസ് -π/2 ആൻഡ് π/2 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇൻക്ലൂഡഡ് അല്ലാത്തത്? നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ x/cos x ആണ് അല്ലേ. അപ്പോൾ cos π/2 എന്ന് പറഞ്ഞാൽ എന്താ, cos π/2 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 0 വന്നില്ലേ. ഡിനോമിനേറ്റർ 0 വന്നാൽ എന്താ, നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഈ π/2 നമ്മൾ അതിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആക്കില്ല. അതുപോലെ തന്നെ -π/2 നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ജേർണിയിൽ ഇവിടെ നോട്ട് ഡിഫൈൻഡ് കേസ് അതിന് വരുന്നു, അതിനെ നമ്മൾ അതിനകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്തേക്കുക, അതിനെ അതിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആക്കരുത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനകത്ത് സൈൻ ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും -π/2 to π/2 ആണ്. ഇതിനകത്ത് എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ 0 വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയി പോവും, അതുകൊണ്ട് അത് നെഗ്ലക്റ്റഡ് ആക്കി കളയും. ഇവിടെ -π/2 to π/2 ജേർണി തന്നെയാണ്, പക്ഷേ എന്ത് സംഭവിച്ചു, -π/2 π/2 അത് നോട്ട് ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഇനി നമ്മുടെ കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് അത് നോക്കിക്കേ. അതിൻ്റെ ജേർണി എന്ന് പറയുന്നത് 0 to π ആണ്. ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത്, 0 to π ഇങ്ങനെ കണ്ടോ, 0 to π ഈ ജേർണിയാണ് 0 to π. എല്ലാം അത് തന്നെ നോക്കിയേ. കോസ് ഇൻവേഴ്സ് എക്സ് 0 to π, അതുപോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് എക്സ് 0 to π, പക്ഷേ π/2 വരാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്തത് കോട്ട് ഇൻവേഴ്സ് എക്സ് 0 to π.
ശ്രദ്ധിച്ചേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിനകത്ത് 0 to π ക്ലോസ്ഡ് ഇൻ്റർവെലാണ്, അതിനകത്ത് നോട്ട് ഡിഫൈൻഡ് കേസ് വരുന്നില്ല. അതേസമയം സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/cos ആണ്. 1/cos എന്ന് പറയുമ്പോൾ cos π/2 ദാറ്റ് ഈസ് 0. അപ്പോൾ അതോടെ നോട്ട് ഡിഫൈൻഡ് വന്നില്ലേ, അത് അവിടെ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞേക്കുക, അതിനവിടുന്ന് സബ്ട്രാക്ട് ചെയ്ത് കളയുക. അതുപോലെ കോട്ട് ഇൻവേഴ്സ് എക്സിനകത്ത് കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈനാ, സൈൻ 0 ഈസ് ഈക്വൾ ടു 0. അപ്പോൾ ഡിനോമിനേറ്റർ നോട്ട് 0 വന്ന് നോട്ട് ഡിഫൈൻഡ് ആയി. അതുപോലെ പൈ വരുമ്പോഴും എന്ത് സംഭവിച്ചു, നോട്ട് ഡിഫൈൻഡ് ആയി. അപ്പോൾ അത് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. എളുപ്പമല്ലേ ഇത്രയും കാര്യങ്ങൾ, പക്ഷേ ഡൊമെയിൻ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫങ്ഷൻസ് ഡൊമെയിനും റേഞ്ചും നന്നായിട്ട് എല്ലാവരും പഠിക്കണം. കാരണം ഇത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചാണ്. പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഈ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചാണ്. റേഞ്ച് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 1 മാർക്ക് ഷുവറാണ്. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ആദ്യം തന്നെ നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോർമുലാസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രിക്ക് ഓർത്തിരിക്കുക. സൈൻ കൊസീക്ക് ടാന് അവരൊരു ഗ്രൂപ്പാണത് എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കോസും സീക്കും കോട്ടും അവരൊരു ഗ്രൂപ്പാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ബാക്കി ഫോർമുലാസ് നോക്കാം. അപ്പോൾ നമ്മുടെ y ഈസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, ദെൻ എക്സ് ഈസ് ഈക്വൾ ടു സൈൻ വൈ. അപ്പോൾ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു സൈൻ വൈ ആണെങ്കിൽ y ഈസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൾ ടു സൈൻ വൈ, ദെൻ y ഈസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. എക്സ് ഈസ് ഈക്വൾ ടു സൈൻ വൈ, ദെൻ y ഈസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് കൺഫ്യൂഷൻ ആക്കരുതും. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു -1 എന്ന് കൺഫ്യൂഷൻ ആക്കരുത്. റോങ് ആണ്, ഇങ്ങനെ വരാൻ പാടില്ല. സൈൻ എക്സ് ദ ഹോൾ റേസ് ടു -1 മീൻസ് ദാറ്റ് ഈസ് 1/sin x. കണ്ടോ, ഇതാണ് 1/sin x എന്ന് പറയുന്നത്. ഇതിന് ദിസ് ഇംപ്ലൈസ് ദിസ് 1/sin x ആണ്. അപ്പോൾ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സൈൻ വൈ ആണെങ്കിൽ ദെൻ y ഈസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പം സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു എക്സ്. ഉണ്ട് സൈൻ അതിൻ്റെ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൾ ടു എക്സ്. ദെൻ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു എക്സ്. അതുപോലെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും എക്സ് തന്നെയാണ്. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, ഇവിടെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ എക്സ്. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൾ ടു എക്സ്. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും അങ്ങനെയാണ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു എക്സ്. ദെൻ കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു എക്സ്. എല്ലാത്തിനും എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും അങ്ങനെ തന്നെ. പിന്നെ സൈൻ ഇൻവേഴ്സ് 1/x ആണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൾ ടു കൊസീക്ക് ഇൻവേഴ്സ്. ടീച്ചറിനൊപ്പം തന്നെ എല്ലാവരും പഠിച്ചോളൂ കേട്ടോ. സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൾ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൾ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അതുപോലെ ടാൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൾ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇനി നമുക്ക് അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് -x. ഈ കോസും കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കും പിന്നെ കോട്ടും അവരെ ഒരുമിച്ചൊരു സെക്ഷനാക്കി പെടുത്തുക. ഓക്കെ, മനസ്സിലായില്ല. ഇതിനകത്ത് കോസും കോട്ടും സീക്കും, കോസ് കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക് പിന്നെ നമുക്ക് സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, കോസ് സി കണ്ടോ, പിന്നെ അതിൻ്റെ ഇൻവേഴ്സ് കൊടുക്കുക. പക്ഷേ കോട്ടിൻ്റെ ഇൻവേഴ്സ് ഇല്ല, കോട്ടില്ല കേട്ടോ, കോട്ടിൻ്റെ റെസിപ്രോക്കൽ ഇല്ല. അത് ഓർത്തിരുന്നോണം. അപ്പോൾ കോസ് ഇൻവേഴ്സ് കണ്ട, സീക്ക് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് ഇത് മൈനസ് വന്നാൽ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് കാണുമ്പോൾ പൈ മൈനസ് ചെയ്തിരിക്കണം. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അണ്ടർസ്റ്റുഡ്? അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ. കോസ് ഇൻവേഴ്സ് -x ഈസ് ഈക്വൾ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് -x ഈസ് ഈക്വൾ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് -x ഈസ് ഈക്വൾ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അത് മറക്കുക. അപ്പോൾ ഇവർ മൂന്നും ഒരു കാറ്റഗറിയിൽ പെട്ടവരാണെന്ന് ഓർത്തിരിക്കുക. ഇനി ബാക്കിയുള്ളവർ സൈൻ ടാൻ കൊസീക്ക്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -x ഈസ് ഈക്വൾ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇവർക്കെല്ലാം മൈനസ് ആദ്യം അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് π/2 വരുന്ന കേസ് നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് കണ്ട, എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു π/2.
cosec inverse x plus sec inverse x is equal to, that is also pi by 2. Tan inverse x plus cot inverse x is also is equal to pi by 2. അപ്പോൾ pi by 2ൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, സൈനും കോസും കൊസീക്കും സീക്കും ടാനും കോട്ടും അതിൻ്റെ എല്ലാം ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സിൻ്റെ സം ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ഓക്കെ, ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, കണ്ടോ ഇവിടെ പ്ലസ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് വരും. ഇവിടെ എന്ത് വരുന്നു, ആ സൈൻ ഇവിടെ വരും, ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ വരും, 1 മൈനസ് എക്സ് വൈ. ഇവിടെ എക്സ് ഇൻറ്റു വൈ ലെസ് ദാൻ 1 ആണ്. അത് ഓർത്തിരുന്നോളൂ, കാരണം നമ്മുടെ ടെക്സ്റ്റിൽ തനിച്ചായിട്ട് ടെക്സ്റ്റ് തന്നിട്ടില്ല എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. എൻട്രൻസിലൊക്കെ പോകുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെങ്കിലാണ് ഈ ഫോർമുല ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്, പറയേ ഇവിടെ മൈനസ് സൈൻ വന്നാൽ ഇവിടെ മൈനസ് സൈൻ വരും, ഇവിടെ എന്ത് വരും, അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരും, എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഇവിടെ എക്സ് ഇൻറ്റു വൈ ഗ്രേറ്റർ ദാൻ -1. ഓക്കെ, ഇനി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഈ ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല നമ്മുടെ NCERT ടെക്സ്റ്റ് ഇല്ല. അപ്പം മെയിനിൽ നിങ്ങൾ ഈ 2 ഫോർമുലാസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതിനകത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എക്സ് ഇൻറ്റു വൈ ഈസ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഓൾസോ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ മെയിൻലി നമുക്ക് NCERT ടെക്സ്റ്റിലുള്ള ഫോർമുലാസാണ്. അപ്പോൾ ഈ 2 ഫോർമുലാസ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ 3 ഫോർമുലാസ് ഉണ്ട്. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. ഇത് ഓർത്തിരുന്നാൽ മതി, സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് എക്സ് വന്നാലോ, 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ടാൻ ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരും. അതുപോലെ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ വരും. ഇവിടെ കോസ് ഇൻവേഴ്സിൻ്റെ ടേംസിൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫോർമുലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോർമുലാസ് എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. പഠിച്ചാൽ നമുക്ക് എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ മിസ്സലേനിയസ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഡിറ്റർമിനൻ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ തീർക്കാനുണ്ട്. അതുകൂടെ തീർത്ത ഉടനെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ മിസ്സലേനിയസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.